അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നമ്മുടെ നാളത്തെ പരീക്ഷ ദുറൂസുൽ ഇഹ്സാനാണ്. ദുറൂസിന്റെ ഫുൾ റിവിഷൻ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾ നിർബന്ധമായും ആ വീഡിയോ കാണുകയും ഓരോ പാഠങ്ങളും കൃത്യമായി പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മളൊരു മോഡൽ ചോദ്യപേപ്പറാണ് ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിപ്പിക്കാം. ഇവിടെ ഈ ബോക്സിൽ ഉത്തരങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ശരിയായ ഉത്തരം യോജിച്ച ചോദ്യത്തിന്റെ നേരെ എഴുതുകയാണ് വേണ്ടത്. ഒന്നാമത്തത് സ്വർഗപ്രവേശനം തടയും. സ്വർഗപ്രവേശനം തടയും എന്ത്? നമീമത്ത്. നമ്മൾ നമീമത്ത് പറയുന്ന സ്വഭാവം ഉണ്ടായാൽ സ്വർഗപ്രവേശനം തടയും. രണ്ടാമത്തത് പരദൂഷണം പറയുന്നത് കേട്ടാൽ ഡാഷ് തടയണം. അവസാനത്തെ ഓപ്ഷൻ തടയണം. മൂന്നാമത്തത് അസൂയാലു എപ്പോഴും അസ്വസ്ഥനായിരിക്കും. ഒന്നാമത്തെ ഓപ്ഷൻ അസ്വസ്ഥനായിരിക്കും. 4 അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. 5 പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന അവയവം ഖൽബ്. 6 സൃഷ്ടികളിൽ നല്ല സ്വഭാവമുള്ളവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇതുപോലെ ശരിയായ ഉത്തരങ്ങൾ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ഇനി ഉത്തരം എഴുതുക. ഒന്നാമത്തത് ശരീരത്തിന്റെ ആരോഗ്യത്തിന് എന്ത് കഴിക്കണം? നല്ല ഭക്ഷണം കഴിക്കണം. നല്ല ഭക്ഷണം കഴിക്കണം. രണ്ടാമത്തത് ആരാണ് നമ്മുടെ അയൽവാസികൾ? അയൽവാസികൾ എന്നുള്ള പാഠത്തിൽ നമ്മളത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീടിന്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളാണ് നമ്മുടെ അയൽവാസികൾ. അടുത്തത് മൂന്നാമത്തത് ആരാണ് കുടുംബക്കാർ? ബന്ധുക്കളെ എനിക്ക് ഇഷ്ടമാണ് എന്ന ഒന്നാമത്തെ പാഠത്തിൽ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അടുത്തത് നാലാമത്തത് നമീമത്ത് എന്നാൽ എന്താണ്? അവസാന പാഠം ഏഷണി നന്നല്ല എന്നുള്ള പാഠത്തിൽ നമീമത്ത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഒരാൾ പറഞ്ഞത് മറ്റൊരാളോട് പറയലാണ് നമീമത്ത്. ഇനി അടുത്തത് എന്താണ് ഗീബത്ത്? തന്റെ സഹോദരനെ സംബന്ധിച്ച് അവൻ ഇഷ്ടമില്ലാത്തത് പറയലാണ് ഗീബത്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ആറാമത്തത് എന്താണ് അസൂയ? അസൂയ എന്നാൽ തന്റെ സഹോദരന് അള്ളാഹു നൽകിയ നിഅമത്ത് നീങ്ങാൻ ആഗ്രഹിക്കലാണ് അസൂയ. തന്റെ സഹോദരന് അള്ളാഹു തആല നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ അത് നീങ്ങിപ്പോകണമെന്ന് ആഗ്രഹിക്കലാണ് അസൂയ. അടുത്തത് ഏഴാമത്തത് സൽ സ്വഭാവം എന്നാൽ എന്ത്? സ്വഭാവത്തിലാണ് സൗന്ദര്യം എന്നുള്ള പാഠത്തിൽ സൽ സ്വഭാവത്തിന്റെ നിർവചനം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നല്ല വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാക്കുന്ന മാനസികമായ അവസ്ഥയാണ് സൽ സ്വഭാവം. ഈ രൂപത്തിൽ ഇതിന്റെ ഉത്തരങ്ങൾ എഴുതുകയാണ് വേണ്ടത്. വിദ്യാർത്ഥികൾ നിർബന്ധമായും എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തത് പൂരിപ്പിക്കുക. നമീമത്ത് ഇബ്ലീസിന്റെ ഇഷ്ടവിനോദമാണ്. 2 തീ വിറകിനെ തിന്നുന്നത് പോലെ തീർച്ചയായും അസൂയ നന്മയെ തിന്നും. 3 മറ്റുള്ളവർ കാണാൻ വേണ്ടി ആരാധന ചെയ്യലാണ് റിയാ. 4 തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? ബിസ്മില്ലാഹി അവ്വലുഹു വ ആഖിറുഹു എന്ന് പറയണം. ഇനി അടുത്തത് അഞ്ചാമത്തത് വിരുന്നുകാർ വീട്ടുകാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അടുത്തത് 2 വീതം എഴുതാം. ഒന്നാമത്തത് ഭക്ഷണം കഴിക്കുന്നതിന്റെ മര്യാദകൾ. നമ്മൾ ധാരാളം മര്യാദകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എളുപ്പത്തിലുള്ള 2 എഴുതിയാൽ മതി. ഒന്നാമത്തത് വലത് കൈ കൊണ്ട് കഴിക്കുക, അതുപോലെ ബിസ്മി ചൊല്ലി തുടങ്ങുക, അതുപോലെ ഭക്ഷണം കഴിച്ചതിന് ശേഷം വിരലുകൾ ഓമ്പുക. അങ്ങനെ ധാരാളം മര്യാദകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതുകയാണ് വേണ്ടത്. രണ്ടാമത്തത് സൽ സ്വഭാവത്തിന്റെ ലക്ഷണങ്ങൾ. പുഞ്ചിരിക്കുന്ന മുഖം, ആരും ഇഷ്ടപ്പെടുന്ന സംസാരം, അർഹിക്കുന്നവർക്ക് നൽകുന്ന ആദരവ്, അതുപോലെ നന്ദി പ്രകടിപ്പിക്കാനുള്ള മനസ്സ്, ക്ഷമിക്കാനും മാപ്പ് നൽകാനുമുള്ള കഴിവ്, തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുള്ള മനോഭാവം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം, ഇതെല്ലാം സൽസ്വഭാവത്തിന്റെ ലക്ഷണങ്ങളാണ്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എഴുതുകയാണ് വേണ്ടത്. ഇനി അടുത്തത് കൽബിനെ നന്നാക്കാനുള്ള വഴികൾ. നല്ല കാര്യങ്ങൾ ശീലമാക്കുക, തെറ്റായ ശീലങ്ങൾ ഒഴിവാക്കുക,
അതുപോലെ സംഭവിച്ച തെറ്റുകൾക്ക് അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുക, നല്ലവരോട് സഹവസിക്കുക, ദിക്റും സലാത്തും ശീലമാക്കുക. ഇതെല്ലാം ഖൽബിനെ നന്നാക്കാനുള്ള വഴികളാണ്. അതിൽ നിന്ന് 2 എണ്ണം എഴുതുക. ഇനി അടുത്തത് കോപം അടക്കാനുള്ള വഴികൾ. ഒന്നാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുക. അതുപോലെ നിൽക്കുന്നവനാണെങ്കിൽ ഇരിക്കുക. ഇതൊക്കെ കോപം അടക്കാനുള്ള, ദേഷ്യം അടക്കാനുള്ള വഴികളാണ്. ഇനി അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അസൂയയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ നമ്മൾ പലതും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. ഒന്ന്, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. മറ്റൊന്ന്, അള്ളാഹുവിന്റെ വിധിയിൽ തൃപ്തനാവുക. അള്ളാഹു നമുക്ക് നൽകിയതിൽ നമ്മൾ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ മറ്റുള്ളവന് കിട്ടിയ നിഅമത്ത് അതിൽ നമുക്ക് ഒരു അസൂയ ഉണ്ടാവുകയില്ല. മറ്റുള്ളവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുക, അസൂയയുടെ അപകടങ്ങൾ ഓർക്കുക, സ്വാലിഹീങ്ങളോട് സഹവസിക്കുക. ഇതെല്ലാം അസൂയയിൽ നിന്ന് രക്ഷ നേടാനുള്ള വഴികളാണ്. ഇനി അടുത്തത് ആശയം എഴുതാം. ലാ യദ്ഖുലുൽ ജന്നത നമ്മാമുൻ, നമീമത്ത് പറയുന്ന ആള്, ഏഷണി പറയുന്ന ആള് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. രണ്ടാമത്തത് മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദ അൻ വജ്ഹിൻ നാറ യൗമൽ ഖിയാമ. നമ്മൾ ഗീബത്ത്, പരദൂഷണം മഹാപാപം എന്നുള്ള പാഠത്തിൽ അവസാനമായി പറഞ്ഞ ഹദീസാണ്. ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ റദ്ദ അൻ ഇർളി അഖീഹി റദ്ദല്ലാഹു അൻ വജ്ഹിഹി നാറ യൗമൽ ഖിയാമ. ഒരാൾ തന്റെ സഹോദരന്റെ മാനം കാത്താൽ അള്ളാഹു അവന് ഖിയാമത്ത് നാളിൽ നരകത്തിൽ നിന്ന് കാക്കും. ഇനി മൂന്നാമത്തത് ലൈസൽ മുഅ്മിനുൽ ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ നമ്മിൽ പെട്ടവനല്ല, മുഅ്മിനല്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസാണത്. ഇനി എന്ത് ചൊല്ലണം? ഭക്ഷണം കഴിച്ച ശേഷം ചൊല്ലേണ്ടത് എന്താണ്? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അടുത്തത് കോപമടക്കാൻ എന്ത് പറയണം? അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ഇതാണ് ദുറൂസുൽ ഇഹ്സാനിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികൾ നിർബന്ധമായും പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തുന്നു. വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം എന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ പരമാവധി എഴുതി പരിശീലിക്കുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.